നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമൃതേ, നീ എവിടേക്കാ? ആ നിൽക്കുന്നത് ആ കുഞ്ഞാണെന്ന് തോന്നുന്നു. അമൃത, മോളെ, ശ്രീകുട്ടിയല്ലേ? ശ്രീകുട്ടിയാ? മോളെന്താ ഒറ്റയ്ക്ക് ഇവിടെ? അമ്മയെ തിരക്കി നടക്കുക, എങ്ങും കണ്ടില്ല. എനിക്ക് പേടിയാവോ ആന്റി? മോൾക്ക് എന്നെ മനസ്സിലായോ? ആ, അറിയാം. ശ്യാമേച്ചിയുടെ ഏട്ടത്തിയല്ലേ? ആ അതെ, മോൾക്കപ്പോൾ എന്നെ ഓർമ്മയുണ്ടല്ലേ? അമൃത, നിനക്കെന്താ വീട്ടിൽ പോകാൻ പാടല്ലേ? അവിടെ മോളുടെ മുത്തശ്ശിയില്ലേ? ഇല്ല, ആരുമില്ല. അവിടെ പോലീസ് ഉണ്ടാവും. എനിക്ക് പേടിയാ. അമൃത, മോളെ പേടിക്കണ്ട കേട്ടോ. എന്റെ അമ്മയെ കണ്ടുപിടിച്ച് തരൂ ആന്റി. എനിക്ക് വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് എനിക്ക് പേടിയാ. എന്റെ അമ്മ എനിക്ക് കാണണം. മോള് കരയണ്ട കേട്ടോ. എന്റെ അമ്മ. എന്താ അമൃത ഇത്? കരയില്ലേ മോളെ, നമുക്ക് അമ്മയെ കണ്ടെത്താം. ഇത് വല്ലാത്തൊരു കുരിശായല്ലോ. ഇതുവഴി വരാൻ തോന്നിയ സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇതുവഴി വരാൻ തോന്നിയത് ഭാഗ്യമായെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഈ മോൾ ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്തേനെ? എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ആദ്യമായിട്ട് അങ്ങനെ കരുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അരുണിന്റെ ചോരയാ, അത് നമ്മൾ മറന്നുകൂടാ. എന്ന് കരുതി ഇവളെ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അമൃത പറയുന്നേ? എന്തായാലും മോൾ ഒറ്റയ്ക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. ഈ കുഞ്ഞിനെ നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോവാം. വീട്ടിലേക്കോ? നിന്റെ തലയ്ക്കെന്താ പട്ടുണ്ടോ? അതേട്ടാ, ഈ ഒന്നും പറയണ്ട. അങ്ങനെയുള്ള രക്ഷയൊന്നും വേണ്ട. അവിടെ ഐശ്വര്യമുണ്ട്. വെറുതെ ഒരു സംശയത്തിന് ഇട കൊടുക്കണ്ട. ആദ്യമായിട്ടും പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ വേറൊരു നിവൃത്തിയില്ല. എന്തായാലും ഇപ്പൊ നമ്മൾ കുട്ടിയെ കണ്ടുപോയി, പോലീസിൽ അറിയിക്കാം. അവർ വന്ന് കുട്ടിയെ കൊണ്ടുപോയിക്കോളും. അതൊക്കെ എളുപ്പ മാർഗ. പക്ഷെ ഈ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മൾ ഓർക്കണ്ടേ? ഒന്നാമത് അമ്മയെ കാണാതെ കരഞ്ഞു വിഷമിച്ച് നടക്കുക. നമ്മൾ മറ്റൊന്നും ചെയ്യണ്ട. ഈ പാവം മോൾക്ക് കുറച്ച് ആശ്വാസം അതെങ്കിലും കൊടുക്കണ്ടേ? ഞാനും ഒരമ്മയാ. നൊന്ത് പെറ്റവർക്ക് അതിന്റെ വേദന അറിയൂ. ശ്രീകുട്ടി അന്യ കുഞ്ഞല്ല. ഇനി ഇതിന്റെ പേരിൽ ആദ്യമായിട്ട് എന്നെ എന്ത് പറഞ്ഞാലും ശരി, ഈ മോളെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവില്ല. അമൃത, അത് അരുൺ ഇവളുമായിട്ട് കൂടുതൽ അടുത്തത് പ്രശ്നമാ. ഒക്കെ എനിക്കറിയാം. ഒന്നും വരില്ല. ഇപ്പൊ ഈ മോളെ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല, തനിച്ചാക്കി പോകുന്നുമില്ല. എന്ത് വന്നാലും ആരെന്ത് പറഞ്ഞാലും ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ ഞാൻ. ഒരു ചെറിയ കുട്ടിയാ, ഞാനത് സമ്മതിച്ചു. അതിന് എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല. ഭാവിയിൽ ഇതിന്റെ പേരിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്താ ഞാൻ വേണ്ടാന്ന് പറയുന്നത്. നമുക്കിപ്പോ പ്രധാന ഈ മോളുടെ കാര്യം. ബാക്കി വരുന്നതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യേട്ടാ, ഞാൻ ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിർബന്ധം പിടിച്ചിട്ടുണ്ടോ? ആദ്യേട്ടനെ ചെറുവാക്കിനെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഈ മോളുടെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ അമൃതയടുത്ത് എന്തൊരു മണ്ടിയാ! ഇങ്ങനെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവമായ എങ്ങനെ ജീവിക്കും? കഷ്ടം തന്നെ. കണ്ടില്ലേ, ആദ്യേട്ടനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടില്ല നടക്കുന്നേ. അമൃതയടത്തേക്ക് മുന്നില് ആദ്യേട്ടന്റെ അഭിനയം കണ്ടില്ലേ? സമ്മതിക്കണം.
ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. അമ്മയും അച്ഛനെയും കാണിക്കണം. ഇതിനൊരു തീരുമാനം ഇപ്പൊ ഉണ്ടാവണം. ഇല്ലെങ്കിൽ തകരുന്നത് അമൃതേർത്തിയുടെ ജീവിതം. എങ്ങനെ ഈ പെങ്കൊച്ചിനെ ഈ വീട്ടിൽ കയറ്റാതെ നോക്കിയേ പറ്റൂ. അമ്മേ, അച്ഛ, ഒന്ന് വേഗം വന്നേ. എന്താ ഐശ്വര്യ? അമ്മേ, നടക്കാൻ പാടില്ലാത്തത് നടന്നു. നടക്കാൻ പാടില്ലാത്തതോ? അതെ, ദേ അമൃതേടത്തി ആദ്യേട്ടന്റെ കാമുകിയുടെ മോളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. കാമുകിയുടെ മോളോ? അതെ അച്ഛാ. എവിടെ? ദാ അവിടെ. ഒപ്പം ആദ്യേട്ടനും ഉണ്ട്. വാ മോളെ. ദാ എത്തി. അമ്മേ, ആദ്യം എന്നെ വഴക്ക് പറയരുത്. എന്റെ നിർബന്ധം കൊണ്ട് ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് വഴിയരികിലും മോള് ഒറ്റയ്ക്ക് കരഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. ഇവളുടെ അമ്മ എസ് ഐ ജയേഷുമായിട്ട് എന്താ പ്രശ്നമുണ്ടായി, സ്ഥലത്തില്ല. അതിന് നമ്മളാണ് ഉത്തരവാദികള്. അല്ല, പക്ഷേ ഈ മോള് റോഡരികില് രാത്രി ഒറ്റയ്ക്ക്. എന്നെ നിങ്ങൾ എല്ലാവരും കൂടി കൊന്നാലും ശരി, ഈ മോളെ അവിടെ ഒറ്റയ്ക്കാക്കി വരാൻ എനിക്ക് മനസ്സ് വന്നില്ലമ്മേ. ഇതിന്റെ വരുംവരായികളെ കുറിച്ച് അമൃത ആലോചിച്ചിട്ടുണ്ടോ? അച്ഛാ, അച്ഛാ, ഞാൻ അമൃതയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഒടുവിൽ അതും ഒരു പെൺകുഞ്ഞല്ലേ അച്ഛാ. രാത്രി ഒറ്റയ്ക്ക് ആലോചിച്ചപ്പോൾ ഞാനും സമ്മതിച്ചു പോയി. അങ്ങനെ സമ്മതിച്ചാ എങ്ങനെ ശരിയാവുക? ഇത് ഇവിടെ പറ്റില്ല. ഇവളെ ഇപ്പൊ തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്ക്. അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് തന്നെ വിട്ടേക്ക്. എത്ര മനസാക്ഷിയില്ലാതെ ഐശ്വര്യ സംസാരിക്കുന്നേ. ഈ മോളെ ആ പെരുവഴിയിൽ വിട്ടേക്കാനോ, അതോ ഈ രാത്രിയില്? നമ്മള് വെറും സെന്റിമെന്റ്സിന്റെ പേരില് ആവശ്യമില്ലാത്ത റിസ്ക് പിടിച്ചു വെക്കുന്നത് എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഐശ്വര്യക്കും ഇത് മനസ്സിലാവുമായിരുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്തത് തന്നെ ഐശ്വര്യം ചെയ്തേനെ. പക്ഷെ ഐശ്വര്യ അതിനൊരമ്മയാവണം. കുറഞ്ഞ പക്ഷം ഒരമ്മയുടെ മനസ്സെങ്കിലും ഉണ്ടാവണം. പക്ഷെ അമ്മയ്ക്കും അച്ഛനും ഇത് മനസ്സിലാവും. ഏത് കുഞ്ഞും ആയിക്കോട്ടെ, ഈ മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ 3 മക്കളെ ഓമനിച്ച് വളർത്തിയ ഈ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.